ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാസരസ്വത്यै നമഃ. ശ്രീ മഹാഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണ ഭട്ടതിരി നമസ്തേ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂടാമണി. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യമധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനാദയോദാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. ഭക്തജനങ്ങളെ, ഇന്ന് നമുക്ക് 10ാമത്തെ ദശകം നോക്കാം. സൃഷ്ടിഭേദങ്ങൾ എന്നാണ് പേര്. ഇതിൻ്റെ വൃത്തം വസന്ത തിലകം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തപോബലവും ബുദ്ധിബലവും വർദ്ധിച്ച ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിയാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. 1ാമത്തെ ശ്ലോകം. വൈകുണ്ഠ വർദ്ധിതബലോധ ഭവത് പ്രസാദാത് അംഭോജയോനി സൃജത് കില ദീവദേഹാൻ. വൈകുണ്ഠ വർദ്ധിത ബലോധ ഭവത് പ്രസാദാദംഭോജയോനി രസൃജത് കില ജീവദേഹാൻ. സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർ മനുഷ്യനിവഹാൻ അപി ദേവഭേദാൻ. സ്ഥാസ്നൂനി ഭൂരുഹമയാനി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാൻ അപി ദേവഭേദാൻ. ഇതൊന്ന് പദം മുറിച്ച് നോക്കാം. വൈകുണ്ഠ വർദ്ധിത ബലോധ ഭവത് പ്രസാദാദംബോജ യോനി ആണ് എഴുതിയിരിക്കുന്നത്. ഭവത് പ്രസാദാത് അംഭോജ യോനി അസൃജത്, അങ്ങനെ വായിക്കണം. വൈകുണ്ഠ വർദ്ധിത ബലോധ ഭവത് പ്രസാദാത് അംഭോജയോനി അസൃജത് കില ജീവദേഹാൻ. സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർ മനുഷ്യനിമഹാനപി ദേവഭേദാൻ. സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർ മനുഷ്യ നിവഹാനപി ദേവഭേദാൻ. അർത്ഥം നോക്കാം നമുക്ക്. ഹേ വൈകുണ്ഠ ഭവത്പ്രസാദാത് വർദ്ധിതബലഃ അംഭോജയോനിഃ. ഹേ വൈകുണ്ഠമൂർത്തേ, അങ്ങയുടെ അനുഗ്രഹത്താൽ വീര്യം അധികമായവനായ ബ്രഹ്മാവ് അഥ ഭൂരുഹമയാണി സ്ഥാസ്നൂനി തഥാ പിന്നീട് മണ്ണിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാസ്നൂനി താവരങ്ങളെയും തഥാ തിരശ്ചാം ജാതിഹി അതുപോലെ പക്ഷിമൃഗ തിര്യക് ജാതികളും മനുഷ്യനിവഹാൻ ദേവഭേദാൻ മനുഷ്യവർഗങ്ങളെയും ദേവഭേദങ്ങളെയും അടങ്ങുന്ന അപി ജീവദേഹാൻ അസൃജതികില ജീവശരീരങ്ങളെ സൃഷ്ടിച്ചു അത്രേ എന്നാണ് പറയുന്നത്. സൃഷ്ടിച്ചു കില എന്ന് പറഞ്ഞാൽ ആശ്ചര്യം പോലെ പറയുകയാണ്. സൃഷ്ടിച്ചു അത്രേ ഗുരുവായൂരപ്പ എന്നാണ് പറയുന്നത്. വൈകുണ്ഠമൂർത്തേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് വീര്യം അധികരിച്ചു ആ ബ്രഹ്മാവിന്. പിന്നീട് മണ്ണിൽ മുളച്ചുണ്ടാകുന്നവ അവരെ സ്ഥാവരങ്ങൾ എന്ന് പറയും. അതുപോലെ പക്ഷിമൃഗാദികളെ തിര്യക് എന്ന് പറയും. മനുഷ്യവർഗങ്ങൾ ദേവവർഗങ്ങൾ അടങ്ങുന്ന ജീവരാശികളെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു തരികയാണ്. ഇതിലെങ്ങനെയാ പദം മുറിക്കുക നമ്മൾ നോക്കിയില്ല. വൈകുണ്ഠ വർദ്ധിത ബലോധ ഭവത് പ്രസാദാത് അംഭോജയോനി അസൃജത് കില ജീവദേഹാൻ. താസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർ മനുഷ്യനിവഹാൻ അപി ദേവഭേദാൻ. ട്യൂണിൽ ചൊല്ലി നോക്കിയാലോ. വൈകുണ്ഠവർദ്ധിത ബലോധ ഭവത് പ്രസാദാത് അംഭോജയോനി അസൃജത് കില ജീവദേഹാൻ. താസ്നൂനി ഭൂരുഹമയാനി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാൻ
अपि देवभेदान् वैकुण्ठवर्धितबलोऽथ भवत्प्रसादात् अम्भोजयोनि असृजत् किल जीवदेहान् तास्नूनि भूरुहमयाणि तथा तिरश्चां जातिर्मनुष्यनिमहानपि देवभेदान्. രണ്ടാമത്തെ ശ്ലോകം. നിത്യാഗ്രഹാസ്മിം അതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ. നിത്യാഗ്രഹാസ്മിം അതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനത്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. ഉദ്ദാമതാമസപദാർത്ഥവിധാനധൂന തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. ഇതിൻ്റെ പദം മുറിച്ച് നോക്കിയാലോ. മിഥ്യാഗ്രഹാസ്മിം അതിരാഗ വികോപഭീതി. ഭീതിർ അജ്ഞാനവൃത്തിമിതി. ഭീതി രജ്ഞാന എന്നുണ്ട്, രജ്ഞാനയില്ല, അജ്ഞാന. ഭീതി അല്ലെങ്കിൽ ഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വ ഉദ്ദാമ താമസ പദാർത്ഥവിധാനധൂന തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. ദൂനസ്തേനാന്നുണ്ട്, ദൂനഃ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. അർത്ഥം നോക്കാം. സമിത്യാഗ്രഹാസ്മിം അതിരാഗവികോപഭീതി. ആ ബ്രഹ്മാവ് തെറ്റിദ്ധരിക്കൽ, പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള ബോധം, അഹംബുദ്ധി വന്നു. അപ്പോൾ രാഗം, കോപം, ഭയം ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിം സൃഷ്ടുക എന്നിങ്ങനെ 5 വിധത്തിൽ അജ്ഞാനകാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് ഉദ്ദാമതാമസ പദാർത്ഥ വിധാനധൂന അത്യധികം തമോ ഗുണങ്ങളുള്ള ഇവയെ സൃഷ്ടി കൊണ്ട് പശ്ചാത്തപിക്കുന്നവനായിട്ട് വിശുദ്ധൈ ത്വദീയ ചരണസ്മരണം തേനേ അജ്ഞാനം നീങ്ങി ശുദ്ധി കൈവരുന്നതിനായി അങ്ങയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തെ അറിയാതിരിക്കൽ, അഹംഭാവം, ദേഹമാണ് ആത്മാവെന്നുള്ള ധാരണ, രാഗം, കോപം, ഭയം എന്ന 5 അംഗങ്ങൾ അടങ്ങുന്നതാണ് തമോ ഗുണകാര്യമായ അവിദ്യ. ഇതാണ് സംസാരം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഇവയെ സൃഷ്ടിച്ച ശേഷം ബ്രഹ്മാവിന് പശ്ചാത്താപം ഉണ്ടായി. ഭഗവാനെ, അവിടുത്തെ ചരണങ്ങളെ പ്രാപിച്ചിട്ട് അജ്ഞാനം നീക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് രാഗത്തിൽ ചൊല്ലി നോക്കാം. നിത്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിഃ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ. നിത്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിഃ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനധൂനഃ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. ഉദ്ദാമതാമസപദാർത്ഥവിധാനധൂനഃ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. ഇനി 3-ാമത്തെ ശ്ലോകം നോക്കാം. അടുത്തുള്ള സൃഷ്ടികളുടെ കാര്യമാണ് പറയുന്നത്. താവത് സസർജ മനസാ സനകം സനന്ദം. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം. ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം. തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ. തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ. ത്വത്പാദഭക്തിരസിക ജഗൃഹുർന വാണിം. ത്വത്പാദഭക്തിരസിക ന ജഗൃഹുർന വാണിം. ഇതെങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. താവത് സസർജ, അതാണ് താവത് സസർജ. മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം. തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ. ത്വത്പാദഭക്തിരസിക ജഗൃഹുർ. ഗൃഹുഃ ഗൃഹുർ ച ഗൃഹുർ ഗൃഹുർന വാണിം ച ജഗ്. ത്വത്പാദഭക്തിരസിക ജഗൃഹുർന വാണിം. ജഗൃഹു പറഞ്ഞാൽ വകവെച്ചില്ല എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം നോക്കാം. താവത് ഭൂയ മനസാ സനകം സനന്ദം സനാതനമുനിം
സനത്കുമാരം സസർജ. അപ്പോൾ പിന്നെയും മനസ്സുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. ത്വത്പാദഭക്തിരസിക, ഭഗവത് ഭക്തി രസം അറിയുന്നവരാകട്ടെ, തേ തു തേന സൃഷ്ടികർമ്മണി നിയുജ്യമാനാഹ അപി, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്ക് വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടിട്ടും പാണിം ന ജഗൃഹു, ബ്രഹ്മാവിൻ്റെ വാക്ക് വകവച്ചില്ല. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് തനിച്ചാണ് സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ സഹായിക്കാൻ തൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ അവരത് അനുസരിച്ചില്ല. സൃഷ്ടിക്ക് അധിഷ്ഠാനമായിരിക്കുന്നത് മനസ്സാണ്. അതിൽ പ്രധാനം മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ് ജനകാദി 4 പുത്രന്മാർ. അവർ ജന്മം കൊണ്ട് തന്നെ ഭക്തിരസമുള്ളവരായിരുന്നു. അവർക്ക് പക്ഷേ ലോകവിഷയങ്ങളിൽ നിന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല. ഭഗവാനെ സദാ ഭജിക്കണം. ഹരികീർത്തന തത്പരന്മാരായിരുന്നു അവർ. അതുകൊണ്ട് അവർ ബ്രഹ്മാവിൻ്റെ ആ നിർദ്ദേശം സ്വീകരിച്ചില്ല. ആ വാക്ക് അവർ വിലവെച്ചില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് ട്യൂണിൽ ചൊല്ലി നോക്കാം. താപസ്സസർജ മനസാ സനകം സനന്ദം, താപസ്സസർജ മനസാ സനകം സനന്ദം, ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം, ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം, തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ, തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ, ത്വത്പാദഭക്തിരസിക ജഗൃഹുർനവാണിം, ത്വത്പാദഭക്തിരസിക ജഗൃഹുർനവാണിം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാലാമത്തെ ശ്ലോകം ശ്രീ രുദ്രാവതാരം വിരിക്കുന്നു. താവത് പ്രകോപമുദിതം താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശഃ, താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശഃ, നാമാനി മേ കുരു പദാനി ച വിരിഞ്ചേത്യാദൗ രുരോധ കില തേന സ രുദ്രനാമ, നാമാനി മേ കുരു പദാനി ച വിരിഞ്ചേത്യാദൗ രുരോധ കില തേന സ രുദ്രനാമ. താവത്, ഇനിയും വാക്ക് മുറിച്ച് നോക്കാം. താവത് പ്രകോപമുദിതം, പ്രകോപം ഉദിതം, പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനി മൃഡോ ഭവദേകദേശഃ. ഭ്രൂമധ്യതോ അജനി എന്നാണ് വേണ്ടത്. പക്ഷെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ വായിച്ചാൽ മതി. ഭ്രൂമധ്യതോ അജനി മൃഡോ ഭവദേകദേശഃ, നാമാനി മേ കുരുപദാനി ച വിരിഞ്ചേത്യാദൗ എന്നുണ്ട്. വിരിഞ്ചേതി ആദൗ, നാമാനി മേ കുരുപദാനി ച വിരിഞ്ചേതി ആദൗ രുരോധ കില തേന സ രുദ്രനാമ. ഇതിൻ്റെ അർത്ഥം നോക്കാം. താവത് ഉദിതം പ്രകോപം പ്രതിരുന്ധ അസ്യ, അപ്പോഴുണ്ടായ വർദ്ധിച്ച കോപം മനസ്സിൽ ഉദിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത ഭവത് ഏകദേശമൃഡ അജനി, പുരികക്കളുടെ ഇടയ്ക്ക് നിന്ന് ഇന്തിരിവടിയുടെ വംശാവതാരമായ മൃഡൻ അല്ലെങ്കിൽ രുദ്രൻ ഉണ്ടായി. ഹാ വിരിഞ്ച മേ നാമാനി പദാനി ച ഗുരു ഇതി, ഹേ സൃഷ്ടികർത്താവെ എനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരിക എന്ന് അവൻ ആദ്യമേ ആദൗ രുരോധ കില തേന സഹ രുദ്രനാമ, ആദ്യമേ നിലവിളിച്ചും കൊണ്ട് പറഞ്ഞു അത്രേ. അതുകൊണ്ട് അവന് രുദ്രൻ എന്നുള്ളൊരു നാമവും ഉണ്ടായി. ഗുരുവായൂരപ്പൻ്റെ തന്നെ അംശമാണല്ലോ ശ്രീ മഹാദേവൻ. മഹാദേവൻ്റെ അവതാരമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാവ് പറഞ്ഞത് മക്കൾ നിഷേധിച്ചപ്പോൾ ബ്രഹ്മാവിന് കോപമുണ്ടായി. ആ കോപത്തെ അടക്കിയപ്പോഴാണ് പുരികക്കുടികളുടെ മധ്യത്തിൽ നിന്ന് ഒരു അവതാരമുണ്ടായത്. അതാണ് മൃഡൻ, രുദ്രൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവതാരമുണ്ടായ ആ നിമിഷം തന്നെ സൃഷ്ടികർത്താവിനോട് പറഞ്ഞു, എനിക്ക് നാമങ്ങൾ വേണം, സ്ഥലം വേണം, പേര് വേണം, പിന്നെ ഭാര്യമാരെ വേണം. ഇതൊക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് രുദ്രൻ എന്ന പേര് കൊടുത്തു എന്നാണ് പറയുന്നത്.
ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. സത്വം രജസ്തമ ഇതി പ്രകൃതേർ ഗുണാസ്തൈർ യുക്തപരപുരുഷ ഏകൈഹാസ്യദത്തേ തിത്യാദയേ ഹരിവിരിഞ്ച ഹരേരി സംജ്ഞ. അപ്പോൾ ഹരിയും വിരിഞ്ചനും ഹരനും എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അവരുടെ ഭഗവാന്റെ അവതാരം തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് ട്യൂണിൽ ചെല്ലി നോക്കാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമദ്യതോ ജനിമൃതോ ഭവദേകദേശഃ. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമദ്യതോ ജനിമൃതോ ഭവദേകദേശഃ. നാമാനി മേ കുരുപദാനി ജഹാവിരിഞ്ചേതി ആദൗ രുരോധ കില തേന സരുദ്രനാമ. നാമാനി മേ കുരുപദാനി ജഹാവിരിഞ്ചേതി ആദൗ രുരോധ തേന സരുദ്ര ആദൗ രുരോധ കില തേന സരുദ്രനാമ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.